നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോന്ന് അറിയില്ല സൗണ്ട്. ഇതാണ് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ. ഇതാണ് ചക്ക്. ഇവിടെ നമ്മള് കൊപ്ര ഇട്ട് കൊടുക്കും. ആട്ടി ആയിരം വെളിച്ചെണ്ണ വരും. ഇതാണ് പിണ്ണാക്ക്. ഇതാണ് നമ്മളെ വേണുവേട്ടൻ. വേണുവേട്ടൻ്റെതാണ് ഈ മില്ല്. ഹലോ ഗൈസ്, ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളെ നാട്ടിലത്തെ തന്നെ ഒരു മില്ലിലേക്കാണ്. മില്ല് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഈ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, അതേപോലെ വെളിച്ചെണ്ണ എല്ലാം ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇതിന്റെ പിന്നാമ്പുറ കാഴ്ചകൾ, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഈ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ പ്രത്യേകത, അതേപോലെ മുളക് പൊടി, മല്ലിപ്പൊടി അതൊക്കെ പൊടിക്കുന്ന മെഷീൻസ് ഏതൊക്കെയാണ്, നെല്ലെങ്ങനെ കുത്തി അരിയാക്കുന്നു. പണ്ടെല്ലാവുമ്പോൾ നമ്മൾ ഉലക്ക വെച്ച് കുത്തുകയായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാം മെഷീൻസ് ആണ്. എന്തൊക്കെയാണ് അതിനുപയോഗിക്കുന്ന മെഷീൻസ്, അതൊക്കെ നമുക്കിന്ന് വിശദമായിട്ട് നോക്കാം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ നാട്ടിലത്തെ തന്നെ ശ്രീകൃഷ്ണ മില്ലിലേക്കാണ്. നമ്മളെ വേണുവേട്ടൻ്റെതാണ് ഈ മില്ല്. നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന മില്ലാണ്. കയറുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, കുമ്പട്ടി മുളക് പൊടി ഇതൊക്കെ കാണാൻ സാധിക്കും. ഇതൊക്കെ എണ്ണയാട്ടം കൊണ്ടുവന്നിരിക്കുന്ന കൊപ്രകളാണ്. ഇതാണ് വില വിവര പട്ടിക. കൊപ്ര 15, പച്ചരി 12, മുളക് മല്ലിയെല്ലാം പൊടിക്കാൻ 40 രൂപയാണ് ചാർജ്. കാപ്പി പൊടിക്കുന്നില്ല. ഇതാണ് വേണോട്ടെ. നമുക്ക് ഓരോ മെഷീൻസ് ആയിട്ട് പരിചയപ്പെടാം. ഞാനിപ്പോൾ വ്ളോഗെല്ലാം ചെയ്യുന്നിടക്ക്. ഇത് നമ്മളെ നെല്ല് കുത്തുന്ന മെഷീനല്ലേ വേണോട്ടാ? ഇത് പ്രവർത്തിപ്പിക്കുമ്പോൾ ഈ ബെൽറ്റ് ഊരിയിട്ട് ഇവിടെ ഇട്ട് കൊടുക്കും. ഇതിൽ നിന്ന് ഈ ബെൽറ്റ് എടുത്തേക്ക് കണക്ട് ചെയ്യും. എന്നിട്ട് ഇതിൽ നെല്ലിട്ട് കൊടുത്തെങ്കിൽ 3 പ്രാവശ്യം ഇടണം അല്ലേ? ആദ്യം പിന്നെ നെല്ല് ഇളകിയിട്ട് അരി വരും. അരി ഇങ്ങനെ ഇതാവും. പിന്നെ അതിന്റെ തവിടെല്ലാം ഇടണമെങ്കിൽ 2 പ്രാവശ്യം ഇടണം. അപ്പൊ നല്ല ക്ലിയർ ആയിട്ട് ഇട്ടിട്ട് 3 പ്രാവശ്യം നെല്ലിട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത്. പച്ചനെല്ല്, ഇത് പച്ചനെല്ല് കുത്തിയതാണ്. പച്ചനെല്ല് കുത്തിയാൽ പച്ചരി, ഇത് പച്ചരി ആയിട്ട് വരും. പുഴുങ്ങിയത് കുത്തിന് അത് ഇവിടെ അരി കാണിക്കാൻ. പുഴുങ്ങിയത് എങ്ങനെ? നെല്ല് പൂങ്ങിയിട്ട് പിന്നെ കുത്തലല്ലേ? നെല്ല് നല്ല വേവിക്കും. നെല്ല് വെള്ളത്തില് ചോറെല്ലാം വെച്ച് നമുക്ക് വേവിച്ചിട്ട് അത് വെയിലത്ത് ആറാതെ നല്ല തണലത്ത് ഇങ്ങനെ ആറണം. വെയിലത്ത് വെച്ചൂടാ? വെയിലത്ത് വെച്ചാല് ഭയങ്കര പൊടി. നെല്ല് കുത്തുമ്പോ അത് പൊടിഞ്ഞു പോയി. തണലത്ത് വെച്ച് പൊടിക്കണം. ഇതെല്ലാം നിങ്ങൾക്ക് ഒരു പുതിയ അറിവായിരിക്കും. വെയിലത്ത് എന്ന് പറഞ്ഞാല് നല്ല അതിനൊരു പാകമുണ്ട് വേവിക്കുന്നതിന്. നെല്ല് വേവിക്കുന്നതിന് നല്ലൊരു പാകമുണ്ട്. കൂടുതൽ പാകമായി പോയാല് കൂടുതൽ വെളുപ്പ് വരും. അത് വെളുത്തിട്ട് നല്ല വെള്ള പച്ചരി പോലെ ആവും. കുത്തി അരിന്ന് കാണണമെങ്കിൽ കൂടുതൽ വേവിക്കാതെ നല്ല രീതിയിൽ തണുപ്പിച്ചിട്ട് വെക്കണം നെല്ലിന്. അതിനെ കൊണ്ടുവന്ന് പൊടിക്കണം അല്ലേ? അതിനെ കൊണ്ടുവന്നിട്ട് പൊടിക്കണം. അതും ഇതേപോലെ 3 പ്രാവശ്യം ഇടണം. അത് 3 പ്രാവശ്യം ഇടണം. അത് ചില മെഷീനിൽ 2 പ്രാവശ്യം ഇട്ടാൽ മതി. തവിടെല്ലാം എളി പോണെങ്കിൽ അത് 3 പ്രാവശ്യം ഇടണം. അപ്പോ ഞാൻ അന്ന് ഒരാളെ കുത്തിയിട്ട് കാണിച്ചതാണ്. അത് നല്ല പാകത്തിന് വന്ന ഒരു അരിയാണ്. എടുത്തു വെച്ചത്? ഇത് എടുത്ത് വെച്ചത്. ഇതാണ് കുത്തിയരി. ഇതാണ് പൂങ്ങലരി അല്ലേ? പൂങ്ങല് കുത്തിയരി. അതായത് ഈ പച്ചരിനെ ആദ്യം നെല്ലിനെ ആദ്യം പൂങ്ങി എന്നിട്ട് അതിനെ വെയിലത്ത് വെച്ചൂടാ? ഏതെങ്കിലും ഫാനിന്റെ അടിയിലോ? ഫാനിന്റെ അടിയിലല്ല, ഇങ്ങനെ നമ്മ പണ്ടത്തെ വീട്ടിന് മച്ച് എറിഞ്ഞിട്ടുണ്ടാവും. ആ മച്ചിലിട്ടിട്ട് ഇങ്ങനെ നിരത്തിയിട്ടിടും. മച്ചിലെ അടിയിൽ പലവായിട്ട് അതിന്റെ മേലെ മണ്ണിട്ടിട്ട് നല്ല നല്ല ലെവലാക്കി ചാണകം അടിച്ചിട്ടുണ്ടാവും പണ്ടത്തെ. ഇപ്പൊ അത് കുറവാണ്. എന്നാലും എല്ലാരും ഇത് പ്ലാസ്റ്റിക് ഷീറ്റെല്ലാം ഇട്ടിട്ട് അതിൽ വെച്ച് ഉണക്കിയെടുക്കും. എല്ലാം ഇട്ടിട്ട് ഉണക്കിയെടുക്കും. അങ്ങനെ ആയ അരിയാണ് നല്ല. അതും ഇതേപോലെ 3 പ്രാവശ്യം പൊടിക്കണം. 3 പ്രാവശ്യം എലി കുത്തണം. അപ്പം ഇതില് തവിട് വരും. ഇതാണ് തവിടും ഉമിയും ഒന്നിച്ച് വരും. അല്ലെങ്കിൽ ഇതില് പുറത്തെ കൂടിയിട്ട് ഒരു പൈപ്പ് ഇടലുണ്ട്, ഉമി വേറെ പോവാൻ. അത് നമ്മൾ ഇട്ടിട്ട് അല്ല ഒന്നിച്ചിന്നെ പോകുന്നതുകൊണ്ട് അത് ഇവിടെ ഒരു ഫാൻ ഫിറ്റ് ആക്കിയിട്ട് ഇങ്ങനെ കറക്കിയിട്ട് അങ്ങോട്ട് ഇടാൻ. അപ്പൊ ഉമി അതിലെ പോകും. ഇതിപ്പോ 2 ഒന്നിച്ച് പിടിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നെല്ല് കുത്തുന്നത്. നിങ്ങൾക്ക് പലർക്കും ഇതൊരു പുതിയ അറിവായിരിക്കും. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ജെൻസിനൊന്നും ഇതൊന്നും അറിയില്ല. ചില ആൾക്കാർക്ക് നെല്ല് തന്നെ കണ്ടിട്ടുണ്ടായില്ല. ഇതാണ് നമ്മുടെ മുളകും മഞ്ഞള് മല്ലിയെല്ലാം പൊടിക്കുന്ന മെഷീൻ.
ഇതിന് സഞ്ചിയെല്ലാം പിന്നെ മുളക് പറ്റും. ഇത് മുളക് പൊടിക്കാൻ സഞ്ചി, അല്ലെങ്കിൽ ഈ സഞ്ചിയിൽ പറ്റി പിടിക്കുന്നതെല്ലാം മുളക് ഈ മല്ലി പൊടിക്കുമ്പോൾ അതിലേക്ക് ചുവപ്പ് കളർ വരും, മുളകിന്റെ കളർ. അത് മാറ്റണം, അത് നമ്മൾ സഞ്ചി മാറ്റും, സഞ്ചി താടന്ന്. അപ്പൊ ഇതിപ്പോ മുളക് പൊടിക്കുന്ന ഇതാണ് സഞ്ചിയാണ് മാത്രം പൊടിക്കുന്നത്. ഈ സഞ്ചിയിലെ എയറും അതേപോലെ ഇതെല്ലാം പോവാൻ വേണ്ടിട്ടാണ് ഈ സഞ്ചി കെട്ടുന്നത്. പിന്നെ അതില് പുളി, ഉണ്ടാൻ പുളി ഉണ്ടല്ലോ, അത് ഇതാണ് പുളി പൊടിച്ചത്. പുളി പൊടിക്കണം, ഇത് ഭയങ്കര റിസ്ക്കാണ്. പുളിയും പൊടിക്കും, ഭയങ്കര പൊടിയെല്ലാം പറഞ്ഞിട്ട്. പിന്നെ മഞ്ഞൾ പൊടിക്കും, മഞ്ഞൾ ഇപ്പൊ ഈ മഞ്ഞള് മല്ലി ഇതെല്ലാം വരുമ്പോ ഇതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. കാരണം സഞ്ചി മാറ്റും, അല്ലെങ്കിൽ ഈ മഞ്ഞളും മല്ലിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവും. ഇതിന് ബല, ഓരോന്നിനും ഒരു ബലമാണ്. ഇത് പൊടി ഈ ഉണ്ടാമ്പുളി എന്ന് പറയും, അതിനെ പൊടിക്കേണ്ട ബലമാണ്. ഇതതിന്റെ ഉള്ളിൽ ഇടുന്നല്ലേ. അത് ചിലയാൾക്ക് ഈ കുറച്ച് തരി കൂടുതലുള്ളത് വേണം, അപ്പൊ നമ്മൾ ഇടും, ഇതിടും. പിന്നെ ചിലയാൾക്ക് തരി കുറഞ്ഞതാകുമ്പോ ഇതിടും, ഒരു പുട്ടുപൊടിയില്. ഇതാകുമ്പോ നല്ല നൈസായിട്ട് പൊടിയും, കുറച്ച് നൈസാവും. പിന്നെ ഇത് മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം പൊടിക്കുന്ന നൈസായിട്ടില്ലേ, ഇതാണ് ഏറ്റവും ചെറിയ വില. ഇതിലാണ് മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം പൊടിക്കുന്നത്. അതായത് പൊടിച്ച് ഫിൽട്ടർ ആയിട്ടാണ് ഇത് വരുന്നത്. ഈ തുണി തന്നെ ഇതാ കണ്ട, തുണിന്റെ ഇങ്ങോട്ട് ഇത് പൊടി വരാനും ഇത് എയർ പോകാനും ഉള്ള ഭാഗമാണ്. വേറൊന്നും ഇത് അശുദ്ധി അങ്ങനൊന്നും വരാനില്ല, നല്ല ക്ലിയർ ആയിട്ട് വരുന്നതാണ്. പിന്നെ പുറത്തെല്ലാം അതിന്റെ പൊടിയെല്ലാം പറഞ്ഞിട്ടുണ്ടാവും, അതെല്ലാം നമ്മൾ കാറ്റത്ത്. ഇതിപ്പോ നമ്മള് ഇപ്പൊ ആരെങ്കിലും പൊടിക്കാൻ കൊണ്ടുവന്ന അതിന് മുമ്പ് ഇത് ഫുള്ള് ക്ലീൻ ആക്കിയിട്ടായിരിക്കും പിന്നെ പൊടിക്കുന്നത്. പിന്നെ ഇത് അരി പൊടിക്കുന്നത്, ഇത് അരി പൊടിക്കുന്നത്, സാധനങ്ങളെല്ലാം പൊടിക്കുന്ന സാധനം ഇതാണ്. ഇതില് വേറെ അരി ഗോതമ്പ് അങ്ങനത്തെ അരി ഗോതമ്പ്. പിന്നെ അരി പല തരത്തിലെല്ലാം പൊടിച്ചു കൊടുക്കണം. പത്തല് എല്ലാം പൊടിക്കണമെങ്കിൽ നൈസായിട്ട് പൊടിക്കും, അതിന് നൈസിന്റെ വില ഒന്നുണ്ട്. അതായത് പുട്ട് അതെല്ലാം പുട്ട് അതെങ്കിൽ അതിനേക്കാളും കുറച്ച് വലിയ 6-ന്റെ കണ്ണ്, അതിന്റെ 6-ന്റെ കണ്ണാണത്, അത് ഉപയോഗിക്കും. പിന്നെ ഈ നമ്മളെ അടുത്തെല്ലാം തൊണ്ടച്ചമാരെല്ലാം തെയ്യത്തിന്റെ എല്ലാം എന്തത്തിന്റെ കാവും കാര്യങ്ങളെല്ലാം ഉണ്ട്. താനം അവർക്ക് കൈതിന് പുതിയ കൊടുക്കലിനെല്ലാം നമ്മൾ ഇന്നാണ് പൊടിച്ചു കൊടുക്കുന്നത്. അതാകുമ്പോൾ നമ്മൾ നല്ല ശുദ്ധിയോടെ വരണം, നല്ല പൊടിച്ച് നല്ല ശുദ്ധിയോടെ അങ്ങനെ ചെയ്യും. അതിൻ്റെതായ കർമ്മങ്ങൾ അതിന്റെ ആ രീതിയിലാണ് ചെയ്തു കൊടുക്കുന്നത്. പിന്നെ അപ്പൊ അങ്ങനെയെല്ലാം നമ്മൾ നല്ല കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതായത് ഇതില് നമ്മള് ഇതോ അരിയിടും. നമുക്ക് ഏതിനാണ് നമുക്ക് വേണ്ടത്, പുട്ട് പൊടിക്കാതെങ്കിൽ. പിന്നെ നമ്മൾ ദോശക്ക് പത്തലിന് അതിനെല്ലാം നമ്മൾ ഇതാണ് പാലകള് ഈ നെറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കും. ഇതെല്ലാം നെറ്റ് മാറ്റി ഏതിന് വേണ്ടതെന്നുള്ളത്. ഇതെല്ലാം ഓരോരു സൈസിലാണ് വരുന്നത്. ചെറിയത് മുതൽ ചെറിയത് അരി വരുന്നത്. പഞ്ചസാര പൊടിക്കുന്നതാണ്. ഇപ്പൊ ബേക്കറി ഐറ്റത്തിനെല്ലാം പഞ്ചസാര പൊടിക്കുന്നത്. പഞ്ചസാര പൊടിക്കാൻ കൊണ്ടിട്ടുണ്ടോ? പഞ്ചസാര വരുന്നു. ഇത് കുറച്ച് തരി കൂടിയതാണ്. ഇപ്പൊ പുട്ടുപൊടിനേക്കാളും ചെറിയ തരി കുറഞ്ഞത്. പുട്ടുപൊടിക്ക് അതിനേക്കാളും ലേശ തരി കുറഞ്ഞു. ഇത് പുട്ടുപൊടി, അല്ല ഇത് നൈസിന്റെ ആണ്. ഇത് നൈസ് ചപ്പാത്തി പൊടിയെല്ലാം പത്തലിന്റെ പൊടി പൊടിക്കുന്നു. നൈസിന്റെ പുതിയ വില ഇത് അതിനേക്കാളും നൈസ് ആവുന്നില്ല. അല്ല അതേ നൈസ് തന്നെ ഇത് പുതിയത്. അത് പുട്ടുപൊടി. ഇതാണ് പുട്ടുപൊടിന്റെ എല്ലാം വില. ഈ അരി പൊടിക്കുന്ന മെഷീനിൽ അരിയും ഗോതമ്പും അല്ലാതെ വേറൊന്നും പൊടിക്കില്ല. കാരണം അതിന് മറ്റേ ഇത് വരുമല്ലേ, പൊടിയോ എന്തെങ്കിലും വന്നെങ്കിൽ അതിനുള്ള തുണിയും വേറെ തന്നെയാണ്. ബക്കറ്റ് വേറെ. ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ഈ ഒരു മോട്ടറിലാണ്. 10 HP ആണ് ഈ മോട്ടർ. ഇതിൽ നമ്മൾ ബെൽറ്റ് മാറി ഇട്ട് കൊടുക്കും. ആദ്യം നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ആവും. ഇത് നമ്മൾ എന്താ പറഞ്ഞാല് നമുക്ക് 2 മോട്ടർ ഇട്ട് കഴിഞ്ഞാല് തേങ്ങ ഇട്ട സമയത്ത് ഇത് ഇടാം, പൊടിക്കാം. ഇതിപ്പോ ഒരു മോട്ടർ ഉള്ളതുകൊണ്ട് നമുക്ക് നെല്ലും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കുത്താൻ പറ്റും. ഇപ്പൊ ഈ വെളിച്ചെണ്ണ എടുക്കുന്ന സമയത്ത് നെല്ല് കുത്താൻ അങ്ങനെ കഴിയില്ല, ഇത് പൊടിക്കാനും പറ്റില്ല. ഇത് ഒറ്റ മോട്ടർ ആയതുകൊണ്ട് അയച്ചെടുത്ത് ഇത് അയച്ചൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇട്ടു. ഇത് ഒരു പണി കഴിഞ്ഞതിന്റെ ശേഷം മാത്രമേ അടുത്ത പണി എടുക്കാൻ കഴിയൂ. ഒരാള് മാത്രം നമുക്ക് നമ്മളെ കൂലി എല്ലാം ചെയ്യാൻ പറ്റും. മറ്റേത് രണ്ട് ബെൽറ്റ് ഇടുമ്പോ 2 ആള് വേണ്ടി വരും. നമുക്ക് പണി വരണം. അടുത്തടുത്ത് പിന്നെ മില്ലെല്ലാം കൊണ്ട് നമ്മളെ പഴയ മില്ലാണ് മില്ല്. അപ്പൊ പഴയ ആൾക്കാരും പഴയ കസ്റ്റമറെല്ലാം നമ്മളെ ഇങ്ങോട്ട് തന്നെ വരുന്നത്. ഇപ്പൊ ഞാനിവിടെ പുതിയത് വന്ന പിന്നെ എന്റെ കുറെ പുതിയ കസ്റ്റമർ വരുന്നുണ്ട്. നമ്മുടെ പരിചയക്കാരെല്ലാം കുറെ ആൾക്കാർ. നമ്മൾ നല്ല നീറ്റായിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവരും നല്ലതാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ ഇത്
കുറ്റിക്കോലാണ്. കുറ്റിക്കോല് റേഷൻ കടന്റെ നേരെ താഴെ, വില്ലേജ് ഓഫീസിന്റെ ഓപ്പോസിറ്റ്. പിന്നെ വെളിച്ചെണ്ണ കാര്യങ്ങളെല്ലാം ശുദ്ധമായത് വേണമെങ്കിൽ ഇവരെ വിളിച്ചാലും മതി, ഇവർ ഡെലിവറി ആക്കി തരും. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ എല്ലാവർക്കും ചക്കിലാട്ടിയതെന്ന് പറയുന്നില്ലല്ലേ, എല്ലാവരും കേട്ടിട്ടുണ്ടാവും ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, ചക്കിലാട്ടിയ വെളിച്ചെണ്ണ. ഇതാണ് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ. ഇത് നേരാണ്. ഉണ്ടോ, യാതൊരു മായവും ഇല്ലാത്തൊരു തേങ്ങ എണ്ണ. ഇതാണ് ഇതിന്റെ പുണ്ണാക്ക്, ഇതാണ് ചക്ക്. കുറച്ച് ടൈം കഴിത് കഴിഞ്ഞാൽ പുണ്ണാക്ക് എടുക്കാൻ ഭയങ്കര പാടായി. കട്ടിയ പോലെ. ഈ ചക്കിലാട്ടുമ്പം ഈ ബെൽറ്റ്, ഇപ്പം ചക്കിലേക്കാണ് ബെൽറ്റ് ഇട്ടിട്ടുള്ളത്. ഇതാണ് മോട്ടർ. മോട്ടറിൽ നിന്ന് നേരെ ബെൽറ്റിലേക്ക് കൊടുക്കും, പിന്നെ അത് ചക്കിലേക്ക് കൊടുക്കും. ഇനി അഥവാ ഇത് വേറെന്തെങ്കിലും പൊടിക്കണമെങ്കിൽ ആ ചക്കിലത്തെ ബെൽറ്റ് ഊരി ഈ ബെൽറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കും. ഇപ്പം നമുക്ക് നെല്ല് കുത്തണമെങ്കിൽ ഈ ബെൽറ്റ് എടുത്തിട്ട് അതിലിട്ട് കൊടുക്കും. അങ്ങോട്ട് ഇട്ട് കൊടുക്കണമല്ലോ. അപ്പൊ നമുക്ക് ഇപ്പം വെളിച്ചെണ്ണ എടുക്കുമ്പോ തന്നെ നിങ്ങൾക്ക് നെല്ല് കുത്താൻ കഴിയില്ല അല്ലേ? അതുകൊണ്ട് നമ്മൾ മോട്ടറിന് കൂടുതൽ ഒരു പണി കൊടുക്കാത്തതുകൊണ്ട് അപ്പൊ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ജോലി ചെയ്ത് പോകാമല്ലോ. മോട്ടറിന് പ്രശ്നങ്ങളൊന്നും വരാതെ പണി പെൻഡിങ് ആവാതെ പോകണമെങ്കിൽ ഓരോന്നായിട്ട് ചെയ്യേണ്ടി. പിന്നെ ഇത് തേങ്ങയിൽ പിണ്ണാക്ക് എണ്ണ ആടുന്നത് പിണ്ണാക്ക് നല്ല പിടുത്താവും. അപ്പൊ മോട്ടർ നല്ല ലോഡ് വരും. അപ്പൊ ആദ്യം നമ്മയിൽ കൊപ്പര ഇട്ട് കൊടുക്കും. കൊപ്പര ഇട്ട് കൊടുത്തിട്ട് ഇതിങ്ങനെ ചക്കി ഇങ്ങനെ കറങ്ങും. ചക്ക് കറങ്ങുമ്പം ഇവിടെ പുണ്ണാക്ക് ബാക്കിയായിട്ട് വെളിച്ചെണ്ണ എല്ലാം താഴേക്ക് പോകും. അപ്പൊ പുണ്ണാക്കാകുമ്പോ മോട്ടറിന് നല്ല ഈ കണ ഉണ്ടല്ലോ, നമുക്ക് അടച്ചക്കല്ല് മാതിരി തന്നെ ഇത് ഭയങ്കര ലോഡാവും. ഇതിനെ കറക്കണ്ടേ, ഭയങ്കര കട്ടിയാവുമല്ലോ. ഇതിപ്പോ കട്ടിയായിട്ട് ഉണങ്ങിയിട്ട് ഇപ്പൊ ഭയങ്കര ചൂടാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് നല്ല പുണ്ണാക്കെല്ലാം വാരണമെങ്കിൽ പെട്ടെന്ന് വാരണം. ഭയങ്കര പെട്ടെന്ന് വാരിയില്ലെങ്കിൽ ഇപ്പൊ ഇത് വെറും കല്ല് പോലെ ചരലും കല്ലില്ല അതുമാതിരി. ചക്ക് കാണാത്തവർക്കായി ഇതാണ് ചക്ക്. ഇന്നത്തെ എല്ലാവർക്കും കാണുന്നുണ്ടാവും, പക്ഷെ അല്ല ഇപ്പൊ ഈ ജെൻസി പിള്ളേർക്കൊന്നും ഇങ്ങനെ കടയിൽ പോയിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്നെല്ലാം വാങ്ങിക്കുന്നല്ലാതെ ഇതൊന്നും ഇങ്ങനെ കാണുന്നുണ്ട്. ഇത്ര ടൈറ്റ്. ഈ നമ്മ എല്ലാവരും പറയുന്ന പോലെ ഈ ശുദ്ധമായ വെളിച്ചെണ്ണ ഭയങ്കര വെള്ള കളറൊന്നും ഉണ്ടായില്ല അല്ലെ? കുറച്ചൊരു ശുദ്ധമായ വെളിച്ചെണ്ണക്ക് പിന്നെ വെള്ള കളർ ഉണ്ടാവും. ഇത് എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ എണ്ണ ഇന്ന് വീണ ഒഴിച്ചപ്പാട് വന്നപ്പാട് ഒരു കലക്കുണ്ടാവും. കളറും അല്ല, ഇതൊരു കലക്കുണ്ടാവും. അപ്പൊ ആ കലക്ക് തെളിഞ്ഞ് വന്ന ബക്കറ്റിന്റെ അടിയിൽ അത് ഇങ്ങനെ തെളിഞ്ഞ് അതിന്റെ മണ്ടലിൽ അങ്ങനെ അടിയിൽ നിൽക്കും. അത് നല്ല തെളിഞ്ഞ് നേരെ ഇല്ല, നല്ല തെളിഞ്ഞ എണ്ണ ആയിട്ട് നമ്മൾ കാണുന്നത്. ഫിൽറ്റർ ചെയ്യണോ, ഫിൽറ്റർ ചെയ്യുന്നതെങ്കിൽ ഇതിനെക്കാളും നല്ല ക്ലിയർ ആയിട്ട് പച്ചവെള്ളം പോലെ ഉണ്ടാവും ഫിൽറ്റർ ചെയ്യുന്നെങ്കിൽ. പക്ഷെ ഇത് ഫിൽറ്ററിന്റെ അതിന്റെ കാര്യങ്ങൾ നമുക്ക് അറിയില്ല, അതിന്റെ അടങ്ങിയിട്ടുണ്ടോങ്കിൽ ഫിൽറ്ററിൽ എന്തെങ്കിലും അതിന്റെ വരുന്നോ അറിയില്ല അതിനെ കുറിച്ചിട്ട്. പക്ഷെ നമ്മളെ ഈ പഴയ കാലത്ത് പൂർവികന്മാരിൽ ഇതാക്കിക്കൊണ്ടായത് ഇങ്ങനെയല്ലേ? ഇപ്പൊ എല്ലാരും അങ്ങനെ കൂടുതൽ ചോദിക്കുന്നത് ചക്കിലാട്ടിയ എണ്ണ ഉണ്ടാവും. ചക്കിലാട്ടിയ എണ്ണ ഉണ്ടാവും കൂടുതൽ ആൾക്കാർ ചോദിക്കും. പുണ്ണാക്ക് കാണാത്തവർക്കായി ഇതാണ് പുണ്ണാക്ക്. നിന്റെ തലയിൽ എന്താ പുണ്ണാക്കോന്നെല്ലാം ചോദിക്കുന്നില്ല പണ്ടത്തെ ഒക്കെ. പുണ്ണാക്കിലൊന്നും ഇല്ല, എല്ലാം എണ്ണയെല്ലാം തീരെ ആറി എല്ലാം വിരിച്ചെടുത്തില്ല. അതാണ് അതായത് ഒന്നും ഇല്ലാത്തതും തലയിലൊന്നും ഇല്ലെന്നാണ് പുണ്ണാക്ക് ഇല്ലാതുകൊണ്ട്. പുണ്ണാക്ക് നമുക്ക് തിന്നാൻ പറ്റും ഗൈസ്. നല്ല ടേസ്റ്റ് പുണ്ണാക്ക്. തേങ്ങ ഒന്നും പോലെ തന്നെയാണ്, പക്ഷെ ഡ്രൈ ആണ്, ഒന്നും ഇല്ല ഇതില്. മധുരമുണ്ട്. മധുരമുണ്ട്. ഇതാണ് ചക്ക് കാട്ടിയ വെളിച്ചെണ്ണ. ഇവിടെ ചെറിയ ഫിൽറ്റർ നോക്കാം. ഇതിന്ന് നേരെ താഴേക്ക് പോയി അതിന് ഒരു പൈപ്പ് കൂടെ ഇവിടെ വന്ന് ഇവിടുന്ന് ഫിൽറ്റർ ആയിട്ടാണ് ബക്കറ്റിലേക്ക് പോകുന്നത്.
ഉണ്ടാവുമല്ലോ. അപ്പം ഇതാണ് മില്ലിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ. ആ ഇത് ചെറിയ മില്ല്, നമ്മളെ നാട്ടിൻ പുറത്തെ മില്ല്. പൊടിയെല്ലാം നല്ല കഴുകി ഉണക്കി പൊടിക്കുന്നത്. നല്ല ക്ലിയർ ആയിട്ട് നാച്ചുറൽ ആയിട്ട് നല്ല വൃത്തിയോടെ കിട്ടുന്നത്. വറുത്ത് പൊടിക്കുന്ന സമ്പ്രദായമൊന്നുമില്ല. വറുത്ത് പൊടിക്കുന്ന സമ്പ്രദായം ഇല്ല. നിങ്ങൾ വറുത്ത് കൊണ്ടുവന്നാൽ നമ്മൾ പൊടിച്ചു തരും. നമ്മൾ പൊടിച്ചു കൊടുക്കും. അല്ല, നമ്മൾ ഇവിടുന്ന് വാങ്ങണമെങ്കിൽ സാധാ മുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി അതെല്ലാം ഉണ്ട്. അപ്പം നമ്മുടെ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വേണുട്ടൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ വിളിച്ചു ചോദിച്ചാൽ മതി. ഡെലിവറി ചാർജ് ആണെങ്കിൽ വെളിച്ചെണ്ണയെല്ലാം ഡെലിവറി ആക്കി കൊടുക്കുമോ വേണോട്ടാ? അടുത്തെല്ലാം ഇങ്ങനെ ബുദ്ധിമുട്ടായി പോയാൽ കൊടുക്കും. അങ്ങനെയല്ല, നമ്മൾ ഇപ്പോൾ കൊറിയർ ചാർജും കൂട്ടിയിട്ട് എങ്ങനെ ഇപ്പം 350 റുപ്യെങ്കിൽ നമ്മൾ ഡെലിവറി ആയിട്ട് ഒരു ഡെലിവറി ചാർജ് എത്ര അത് കൂട്ടി കൊടുത്താൽ മതി. നിങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പം നമ്മളെ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മില്ല് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ പ്രസൻ്റ് എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ബൈ ബൈ. ഗൂഗിളിൽ ആഡ് ആക്കിനാ നിങ്ങൾ? ഗൂഗിളിൽ ശ്രീകൃഷ്ണ മില്ല് എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. ബോർഡ് കാണിച്ചു കൊടുക്കാമല്ലോ. ബോർഡ് എടുത്തു. ഇതാ ശ്രീകൃഷ്ണ ഓയിൽ മിൽ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ശുദ്ധമായ വെളിച്ചെണ്ണ തുടങ്ങിയവ ലഭ്യമാണ്. കൊപ്ര ആട്ടിക്കൊടുക്കുന്നു, നെല്ല് കുത്തിക്കൊടുക്കുന്നു, മുളക്, മല്ലി, മഞ്ഞൾ, അരി തുടങ്ങിയവ പൊടിച്ചു നൽകുന്നു.